എന്റെ ഭാര്യയും മോളെയും ഞാൻ മറക്കണമെന്നാണോ? എന്നിട്ട് ഞാൻ എന്റെ അർച്ചനെ വിട്ടുകൊടുക്കണം അല്ലേ? സാറേ, അവളെന്റെ ഭാര്യയാണ്. അവളെയും മോളെയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഹൃദയം കീറി മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണത്. ഇപ്പൊ ആ കുഞ്ഞിന്റെ ജീവൻ അർച്ചനയുടെ കയ്യിലാ. അർച്ചനയുടെ സ്നേഹവും കാരുണ്യമാണ് ഇപ്പൊ ആ കുഞ്ഞിനെ ജീവിപ്പിക്കുന്നത്. ഗൗരി മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതോ സങ്കടപ്പെടുത്തുന്നതുമായ ഒരു കാര്യവും ഇപ്പൊ അറിയാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അർച്ചന അവളുടെ അമ്മയല്ലെന്നൊരു ഷോക്ക് കൂടി താങ്ങാൻ അവളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതോടെ കുഞ്ഞ് ചിലപ്പോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാവും. അവളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് അർച്ചന ഗൗരിമോളുടെ കൂടെ തന്നെ ഉണ്ടാവണം. സച്ചി, പൂർണ്ണ ആരോഗ്യത്തോടെ ഗൗരിമോള് തിരിച്ചു വരുന്നവരെ അവളെ വിട്ടുപോയില്ലെന്ന് അർച്ചന ഡോക്ടർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതറിയാമോ സച്ചി? പറ്റുമെങ്കിൽ നീ അർച്ചനയെ തൽക്കാലം മറക്കാൻ ശ്രമിക്കേ. അതാണ് നിനക്ക് നല്ലത്. സാറേ, എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല. അവനെനിക്ക് തിരിച്ചു വേണം. നടക്കില്ല സച്ചി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അളിയന്റെ കുടുംബത്തിന് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ, എങ്കിൽ നമുക്ക് കോടതി കാണാം സാറേ. കോടതി എന്റെ മോളെ അർച്ചനയും തിരിച്ചു തരും. ഈ കാര്യം പറഞ്ഞ് ഇനി മേലിൽ സാറിനെ കാണാൻ വരരുത്. സച്ചി, കോടതിയിൽ നീ തോറ്റുപോകും. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ്. ആ, സാർ പോലീസാ. സാറിന് വേണേ ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാം. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ജയിലിലും ആക്കാം. അല്ലെങ്കിൽ ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലാം. പക്ഷേ എന്റെ ശരീരത്തില് ജീവന്റെ അവസാന തുടിപ്പ് നിൽക്കുന്നതുവരെ എന്റെ അർച്ചനയ്ക്ക് മോക്കും വേണ്ടി ഞാൻ പോരാടും സാറേ. കോടതിയിലൊന്നല്ല, ഒരിടത്തും സാറിന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പറ്റുമെങ്കില് സാറിന് ചെയ്ത് കാണിക്കേ. ആരതിക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ഒരു നിമിഷം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് ഓർക്കണം. കുറച്ചുകൂടി സാവകാശം കിട്ടിയാൽ എല്ലാം ശരിയാവും. അതിനുള്ള സാവകാശം സച്ചിയിൽ നിന്ന് ആരതി എനിക്ക് വാങ്ങിച്ചു തരണം. വക്കീൽ എന്താ ഫോൺ എടുക്കാത്തെ?